ഹായ് ഹായ്, നമുക്കിന്നൊരു ഗൗൺ ചെയ്താലോ? ഇതാണ് ഇതിന്റെ മെയിൻ ഫാബ്രിക്. ഇതിന്റെ കളർ ക്യാമറയിൽ കാണുമ്പോൾ ഇതാണ് ശരിക്കുള്ള കളർ. ഇത് ഒരു 5 മീറ്റർ ഉണ്ട്. പിന്നെ അതിന്റെ ലൈനിങ് ആയിട്ട് ഇതാണ് എടുത്തേക്കുന്നത്. ഇതിനൊരു 2.5 മീറ്ററേ ഉള്ളൂ. അത് സ്ലീവ് വെക്കുന്നില്ലാത്തവർ 2.5 മേടിച്ചാൽ മതി. അപ്പൊ നമ്മള് ഫാബ്രിക് ഇങ്ങനെ മടക്കിയിടണം. ബാക്ക് പോർഷൻ വേണ്ടിയിട്ട് ബാക്കിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതിന് 2.5 അളവെടുക്കും. അതിന് ടോട്ടൽ ലെങ്ത് 7 ആണ് ഞാൻ എടുത്തേക്കുന്നത്. താഴോട്ട് 7. അത് നിങ്ങളുടെ ചെസ്റ്റ് ലെങ്ത് 1.5 ഇഞ്ച് സീം എലമെന്റ്സ് കൂടെ ആഡ് ചെയ്യണം. അതിന് ഫുൾ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേസ്റ്റിൻ്റെ ലെങ്ത് /4 എടുത്തിട്ട് അത് ചെയ്തിട്ട് 1.5 സീം എലമെന്റ്സ് കൂടെ ആഡ് ചെയ്താൽ ഇതിൻ്റെ പരിപാടി തുറന്നു. പിന്നെ ഇതിൻ്റെ ഇറക്കം ഞാൻ 4.5 വെച്ചേക്കുന്നത്. അപ്പം പുറകിൽ കുറച്ച് ഇറക്കം ഉണ്ടെങ്കിൽ കാണാൻ രസമുള്ളൂ. അപ്പം അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം ഇതും 2.5 തന്നെ ഇവിടെ. അപ്പം ടോട്ടൽ നമ്മൾ ഇവിടുന്ന് 7 എടുക്കും. അതിന് 2.5 ഇവിടെ. താഴോട്ട് ഞാൻ 6.5 എടുത്തിട്ടുണ്ട്. കാരണം 6.5 ഇഞ്ച് എടുത്തില്ലെങ്കിൽ വീനക്കല്ലേ, അപ്പോൾ കുറച്ച് ഇറങ്ങിയിരിക്കുന്നതല്ലേ രസം. അതുകൊണ്ട് അത്ര എടുത്തു. പിന്നെ താഴോട്ട് 7. പിന്നെ ചെസ്റ്റ് ലെങ്ത്, വേസ്റ്റ് എത്രയാണ് വേണ്ടേ അത്. ഇത് ബാക്ക് പാർട്ടിനേക്കാളും ഒരു 2 നമ്മൾ എത്രയാണോ മറ്റേ ബാൻഡിന് വെക്കാൻ നീളം ഉദ്ദേശിച്ചേക്കുന്നത് അതിലും കുറച്ച് വേണം. ബാൻഡിന്റെ ലെങ്ത് കുറച്ചിട്ട് വേണം യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ. അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തു. ഇതാണ് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തു. ബാക്കി അത് സ്കേർട്ടിന്റെ അകത്തോട്ട് പോകും. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയായിരുന്നു തയ്ച്ച് വെച്ചത്. പക്ഷേ ഒരു രസമില്ലാത്തതുകൊണ്ട് ഞാനത് അഴിച്ചിട്ട് ഇങ്ങനെ ചുരുക്കം ഇടാതെ നേരെ തയ്ച്ചെടുത്തു. അപ്പോൾ അത് കുറച്ചുകൂടെ വൃത്തി കിട്ടി. ഇതൊരു രസമില്ലായിരുന്നു. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ക്രോസ് പീസസ് കട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതാണ് സ്ലീവ്സ്. നോർമൽ ഫുൾ സ്ലീവ് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ എടുത്താൽ മതി. പിന്നെ കുറച്ച് പഫ് കൂട്ടിയെടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. സ്കേർട്ടിൻ്റെ പോർഷനിൽ നമ്മൾ മെയിൻ ഫാബ്രിക് നേരെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ജസ്റ്റ് മുടക്കത്തോ അങ്ങനെയൊന്നുമില്ല, നേരെ വെക്കും. അതിന് നമുക്ക് ഇത് നെറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്രയാണോ ലെങ്ത് സ്കേർട്ടിന് വേണ്ടതെന്ന് വെച്ചാൽ വേസ്റ്റ് ലെങ്ത് വേണ്ടത് അതിൻ്റെ 2 ഇരട്ടി എടുത്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ചുരുക്കം പോലെ കിട്ടത്തുള്ളൂ. ഇതാണ് ലൈനിങ്. നമ്മൾ നോർമൽ ഒരു അംബ്രല്ല കട്ട് പാവാട എങ്ങനെയാണോ വെട്ടിയെടുക്കുന്നത് അതുപോലെ വെട്ടിയെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ ബാൻഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സീം എലമെൻറ്റ്സ് കൂടെ കൂട്ടി ഒരു 3 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ മെയിൻ ഫാബ്രിക്കും ഒരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് പോലും അറിയില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ നെക്സ്റ്റ് ഞാൻ തയ്ക്കുമ്പോൾ നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.